അനാദി മുതൽ ദൈവത്തോടുകൂടെയായിരുന്ന വചനം മനുഷ്യരോടൊത്ത് വസിക്കുവാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്നു. അവിടുന്ന് മനുഷ്യരോടൊത്ത് വസിച്ചു. മനുഷ്യാവതാരം ഒരു രഹസ്യമാണ്. ദൈവം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ അത്ഭുതമാണത്. ഈ ക്രിസ്തു രഹസ്യത്തിലേക്ക് ഉൾപ്രവേശിക്കാൻ നാം എത്ര ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുവോ അതനുസരിച്ച് അത് നമുക്ക് വെളിപ്പെടുത്തി തരും. വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി തന്നെ സമീപിക്കുന്ന മനുഷ്യ മക്കൾക്ക് അവിടുത്തെ രഹസ്യങ്ങൾ ദൈവം മനസ്സിലാക്കി കൊടുക്കും. പിതാവിലേക്കുള്ള വഴി നമുക്ക് കാണിച്ചു തരുന്നതും ആ വഴിയിലൂടെ നമ്മെ നയിക്കുന്നതും യേശുവാണ്. ശിശുക്കളെ പോലെ നിഷ്കളങ്കരും വിനീത ഹൃദയമുള്ളവർക്കുമാണ് ദൈവത്തിൻ്റെ വഴികളും വെളിപ്പെടുത്തലുകളും മനസ്സിലാക്കാൻ സാധിക്കുക. ക്രിസ്തുമസ് രാത്രിയിൽ മാലാഖമാരുടെ ഗാനം ശ്രവിച്ചതും അതേപറ്റി കൂടുതൽ അറിയാൻ നിദ്രവെടിഞ്ഞ് ഓടിയെത്തിയതും നിഷ്കളങ്കരും വിനീതരുമായ ആട്ടിടയന്മാരായിരുന്നല്ലോ. പുൽക്കൂട്ടിലെ ആ ശിശുവിൽ ദേവപുത്രനെ ദർശിക്കുവാനും ആരാധിക്കുവാനും അവർക്ക് കഴിഞ്ഞു. യേശുവിനെതിരെ വാതിലടച്ച ബെത്ലഹേം നിവാസികളിൽ ആർക്കും മാലാഖമാരുടെ ആനന്ദഗീതം ശ്രവിക്കുവാനോ രക്ഷകനെ കണ്ടെത്താനോ സാധിച്ചില്ല. ഇന്നും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇടയിൽ വന്നു വസിക്കുന്ന കൃപാവരങ്ങൾ നൽകി കടന്നുപോകുന്ന ഈശോയെ പലപ്പോഴും നാം മനസ്സിലാക്കുന്നില്ല. എളിമയുടെയും ശൂന്യവൽക്കരണത്തിൻ്റെയും ആത്മധാനത്തിൻ്റെയും മഹനീയ പാഠങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച യേശുവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ നിൽക്കുവാൻ പോലും ഞങ്ങൾക്ക് അർഹതയില്ല. എളിമയോടെ തുറന്ന ഹൃദയത്തോടെ അങ്ങയുടെ വചനങ്ങൾക്കനുസൃതം ജീവിക്കുവാനും ദാരിദ്ര്യത്തിലും ക്ലേശങ്ങളിലും നഷ്ടധൈര്യരാകാതെ അങ്ങയുടെ മനോഭാവം സ്വന്തമാക്കി മുന്നേറുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.